അടുത്ത ദിവസം ഹാരി കുറുക്കൻ അവൻ വിചാരിച്ച പോലെ നേരെ ഗുഹയുടെ അകത്തേക്ക് കേറും. അവൻ നോക്കുമ്പോ ലീല ഷേരണി ശ്വാസം പോലും വിടാത്ത രീതിയിൽ കിടക്കുകയായിരുന്നു. ഒരു അനക്കം പോലുമില്ല. കൊള്ളാലോ, ഇവര് ചത്തുപോയെന്നാ തോന്നുന്നത്. അപ്പൊ എനിക്ക് എന്റെ ജോലി വളരെ എളുപ്പമായി. ഇവരുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം ആ പശുക്കുട്ടിയുടെയും തള്ളയുടെയും മേലിൽ ചാർത്തും. എല്ലാവരും അവരെ കുറ്റക്കാരായി കണക്കാക്കും. ഇത്രയും പറഞ്ഞ് ഹാരി കുറുക്കൻ നേരെ സിംബയുടെ അടുത്തോട്ട് ഓടിപ്പോയി. നിന്നെ കാണുമ്പോൾ എനിക്ക് നിന്റെ പിതാവിനെയാണ് ഓർമ്മ വരുന്നത് സിംബ. നീ നിന്റെ പിതാവിനെ പോലെ തന്നെയുണ്ട്. എന്റെ അമ്മയും ഇങ്ങനെ തന്നെയാ പറയുന്നത്. പക്ഷേ നീ നിന്റെ പിതാവിനെ പോലെ ബുദ്ധിമാനല്ല, വെറും മണ്ടനാണ്. നിന്റെ അമ്മ മരിച്ചു പോയിരിക്കുന്നു സിംബ. അത് വേറെ ആരുമല്ല ചെയ്തത്. അത് നിന്റെ സുഹൃത്തിന്റെ അമ്മ രാധയും നിന്റെ സുഹൃത്ത് ഗഗനമാണ് ചെയ്തിരിക്കുന്നത്. ഹാരി പറഞ്ഞ കാര്യം കേട്ട് വിശ്വസിക്കാൻ പറ്റാതെ ഹാരിനെ തന്നെ നോക്കാൻ തുടങ്ങി. സിംഹ ഓടിപ്പോയി ഗുഹയുടെ അകത്ത് പോയി നോക്കി